കലാപ ബാധിതമായ മണിപ്പൂരിന്റെ മണ്ണിലൂടെ രാഹുൽ ഗാന്ധിയുടെ ഭാരത് ജോഡോ ന്യായ് യാത്ര രണ്ടാം ദിനം തുടരുകയാണ്. ഏറെ രക്തച്ചൊരിച്ചിലുണ്ടായ കാങ്പോംബിയിൽ റോഡിലിറങ്ങി രാഹുൽ ഗാന്ധി ജനങ്ങളെ അഭിവാദ്യം ചെയ്തു. കർശന സുരക്ഷയ്ക്കിടയിലൂടെയാണ് രാഹുലിന്റെ യാത്ര. വൈകിട്ടോടെ സംഘം നാഗാലാൻഡിൽ പ്രവേശിക്കും. ന്യായ് യാത്രയ്ക്ക് ലഭിക്കുന്ന പിന്തുണ കേന്ദ്ര സർക്കാരിനുള്ള മറുപടി എന്നാണ് ACC ജനറൽ സെക്രട്ടറി KC വേണുഗോപാൽ 24നോട് പറഞ്ഞത്. ഈ സംഘത്തിനൊപ്പം നിതിൻ അംബുജനുണ്ട്. 24 പ്രതിനിധി നിതിൻ തയ്യാറാക്കിയ റിപ്പോർട്ടിലേക്കാണ് ഇനി. രണ്ടാം ദിവസത്തെ ഭാരത് ജോഡോ യാത്ര ഇപ്പോൾ മണിപ്പൂരിൽ പുരോഗമിക്കുകയാണ്. ഇന്നിപ്പോൾ സേനാപതിയിൽ രാഹുൽ ഗാന്ധി എത്തിയിട്ടുണ്ട്. സേനാപതിയിൽ രാഹുൽ ഗാന്ധി കാണാൻ നിരവധി പേർ ഇവിടെ തടിച്ചുകൂടിയിരിക്കുകയാണ്. നമുക്കിപ്പോൾ ദൃശ്യങ്ങൾ തന്നെ കാണാം. രാഹുൽ ഗാന്ധിക്കായി നിരവധി പേർ ഇവിടെ കാണാനായി എത്തിയിരിക്കുന്നു. മാത്രമല്ല രാഹുൽ ഗാന്ധി ആളുകൾ തടിച്ചുകൂടുന്ന ഇടങ്ങളെല്ലാം തന്നെ രാഹുൽ ഗാന്ധി ബസ്സിൽ നിന്നും താഴെ ഇറങ്ങുന്നുണ്ട്. ജനങ്ങളെല്ലാം തന്നെ അഭിവാദ്യം ചെയ്യുന്നുണ്ട്. ഇന്നിപ്പോൾ സേനാപതിയിൽ വലിയ തരത്തിലുള്ളൊരു ജനപങ്കാളിത്തം ഈ ഒരു ഭാരത് ജോഡോ ന്യായ് യാത്രയ്ക്ക് ലഭിച്ചിട്ടുണ്ട്. മാത്രമല്ല രാഹുൽ ഗാന്ധിക്ക് മണിപ്പൂർ വലിയ സ്വീകാര്യത ലഭിക്കുന്നു എന്ന് തന്നെയാണ് ഈ ദൃശ്യങ്ങൾ സൂചിപ്പിക്കുന്നത്. കാങ്കോപ്പിയിൽ രാഹുൽ ഗാന്ധി പദയാത്ര നടത്തുകയും ചെയ്തു. കുക്കികൾക്ക് സ്വാധീനമുള്ള മേഖലയാണ് കാങ്കോപ്പിയിൽ അവിടെ നിന്ന് രാഹുൽ ഗാന്ധി റോഡിന് ഇരുവശമുള്ള ആളുകളെ കാണാനായി താഴെ ഇറങ്ങുകയും അതോടൊപ്പം തന്നെ അവരെ അഭിവാദ്യം ചെയ്തുകൊണ്ടാണ് മുന്നോട്ട് പോയത്. എന്തായാലും സേനാപതിയിലും രാഹുൽ ഗാന്ധി പ്രധാനമന്ത്രിക്കെതിരെ രൂക്ഷ വിമർശനം തന്നെയാണ് ഉന്നയിച്ചിരിക്കുന്നത്. കാരണം മണിപ്പൂർ സന്ദർശിക്കാത്ത പ്രധാനമന്ത്രി ആ ഒരു കാര്യം തന്നെ ഉന്നയിച്ചുകൊണ്ട് സേനാപതിയിലും പ്രധാനമന്ത്രിക്കെതിരെ വിമർശനം ഉന്നയിച്ചു. എന്തായാലും ശക്തമായ ഒരു രാഷ്ട്രീയം പറഞ്ഞുകൊണ്ട് മുന്നോട്ട് പോവുക എന്ന് തന്നെയാണ് ഭാരത് ജോഡോ ന്യായ് യാത്ര ഉദ്ദേശിക്കുന്നത്. അത്തരത്തിലൊരു സാഹചര്യം എന്തായാലും ഇനിയുള്ള ദിവസങ്ങളിലും മുന്നോട്ട് പോകും. നമ്മളോടൊപ്പം സംഘടനാ സെക്രട്ടറി KC വേണുഗോപാൽ ചേരുന്നു. മണിപ്പൂർ വലിയ പിന്തുണ പ്രകടമാണ്. മണിപ്പൂരിലെ വന്നപ്പോൾ ഞാൻ കണ്ടല്ലോ, ഇതുപോലെ ഏത് നേതാവിന് കിട്ടും. ഇവിടെ അവർ തമ്മിൽ ഏറ്റവും വലിയ സ്പർദ്ധയുണ്ട്. പക്ഷെ ആ സ്പർദ്ധയൊന്നും രാഹുൽ ഗാന്ധി വരുമ്പോൾ അദ്ദേഹത്തിന് മുമ്പിലില്ല. അതാണ് ഈ കാണുന്നത്. ഇപ്പം സേനാപതിയിൽ കാണുന്ന ഈ വലിയ ജനക്കൂട്ടം, അവരുടെ ആഹ്ലാദം, അവിടെ ഞങ്ങൾക്ക് വളരെയേറെ സംതൃപ്തിയുണ്ട്, വളരെ അഭിമാനം തോന്നുന്നുണ്ട്. ഈ മണിപ്പൂരിൻ്റെ ഏറ്റവും മുറിവുകൾ ഉണക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു യാത്രയായിട്ട് മണിപ്പൂരിൽ തുടങ്ങാൻ തീരുമാനിച്ചത് ഏറ്റവും ഉചിതമായി എന്ന് നിങ്ങൾക്ക് ബോധ്യമുണ്ട്. പിന്തുണ കാണുന്നുണ്ട്. സർക്കാരിനുള്ള മറുപടിയാണോ മണിപ്പൂർ? തീർച്ചയായിട്ടും. എന്തായാലും ഇന്ത്യ സർക്കാരിന്റെ പിന്തുണയോടെ തന്നെ യാത്ര മുന്നോട്ട് പോകുമെന്നാണ് ഇപ്പോൾ KC വേണുഗോപാൽ വ്യക്തമാക്കിയത്. മാത്രമല്ല മണിപ്പൂർ സർക്കാരിനുള്ള ഒരു മറുപടിയാണ് ഈ ജനസാഗരം എന്ന് KC വേണുഗോപാൽ വ്യക്തമാക്കുന്നു. രാഹുൽ ഗാന്ധി അടക്കം ഇപ്പോൾ താഴെ ഇറങ്ങിക്കൊണ്ട് ഇവിടുത്തെ ജനങ്ങളെല്ലാം തന്നെ അഭിവാദ്യം ചെയ്യുന്നുണ്ട്. ഇനി നേരെ നാഗാലാൻഡിലേക്ക് യാത്ര പോകും. ഇന്ന് കൊഹിമയിൽ യാത്ര സമാപിക്കുന്ന തരത്തിലാണ് നിശ്ചയിച്ചിരിക്കുന്നത്. അത്തരത്തിൽ മണിപ്പൂർ കലാപവും മറ്റ് പ്രധാനപ്പെട്ട രാഷ്ട്രീയ വിഷയങ്ങൾ ഉയർത്തി തന്നെയാണ് യാത്ര മുന്നോട്ട് പോകുന്നത്. മണിപ്പൂരിലെ സേനാപതിയിൽ നിന്ന് ആശിഷ് മട്ടുവിനൊപ്പം നിതിൻ അംബുജൻ, 24.